ബ്രൊക്കേഡിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഗോൾഡിന്റെ ഷെയ്ഡിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ഷെയ്ഡ്സ് വരുന്നുണ്ട്. കൂടാതെ പ്ലെയിൻ ഫാബ്രിക്സ് ഉണ്ട്, ബ്രൊക്കേഡിൽ ഹെവി ആയിട്ടുള്ളത്, അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക്സ് എല്ലാം ഉണ്ട്. ജെറിയുടെ കളർ മാറുമ്പോൾ തന്നെ ഡിസൈൻസിൽ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക് ബേസിസിലാണ് ഈ ഒരു കളക്ഷൻസ് എല്ലാം വരുന്നത്. ജോർജറ്റ് പോലെയും ഡ്യൂപ്യോൺ പോലെയും സിൽക്കിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫാബ്രിക്സും, കൂടാതെ ടിഷ്യൂവിൻ്റെ ബേസിൽ വരും. ജെറി തന്നെ നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള വീവിംഗ് ഉണ്ട്. ബ്രൊക്കേഡിലാവുമ്പോൾ ആ ഒരു പാറ്റേണിൽ വരുന്നതുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ജെറീസ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ ആ ഒരു പാനൽ ഫിനിഷിങ്ങിലും ഈ ഒരു കളക്ഷൻസ് അവൈലബിൾ ആക്കുന്നുണ്ട്. സോ നമ്മുടെ ആ ഒരു ബ്രൈഡൽ കളക്ഷൻസിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയബിൾ ഫാബ്രിക് ആണ് ഈ വരുന്നത്. ഇതാണ് മെഷർ ചെയ്യുന്ന സ്ഥലം. ഇവിടെയും അവിടെ ആയിട്ടൊക്കെയാണ് മെഷർ ചെയ്താണ് നമ്മൾ ഫാബ്രിക്സ് ഒക്കെ എടുക്കുന്നത്. നമ്മുടെ ഗോഡൌണിലുള്ള കളക്ഷൻസ് ആണ് നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഷോപ്പിൽ കാണുന്നതല്ലാതെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. സോ റെഗുലർ ആയിട്ടുള്ള നമ്മുടെ പേജ് ഫോളോ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു കളക്ഷൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്.